വളരെ സ്പെഷ്യലായിട്ടുള്ള ഒരു വീഡിയോ ആണിത്. ഹൗ ടു അപ്രോച്ച് യുവർ നീഷ് ഇൻ എ ഡിഫറെൻറ്റ് മാനർ ആസ് എ ഡിജിറ്റൽ കോച്ച്. നിങ്ങളുടെ നീഷിനെ നിങ്ങൾക്ക് എങ്ങനെയാണ് ഡിഫറൻ്റായിട്ട് ക്രിയേറ്റ് ചെയ്യാനായിട്ട് സാധിക്കുക, അല്ലെ അതിനെ ബേസ് ചെയ്ത് എങ്ങനെ നിങ്ങൾക്ക് ഒരു കമ്മ്യൂണിറ്റി ബിൽഡ് ചെയ്യാം, എങ്ങനെ ഒരു സോളിഡ് ഒരു വേൾഡ് ക്ലാസ് പ്രോഡക്റ്റ് നിങ്ങൾക്ക് ക്രിയേറ്റ് ചെയ്യാം. ഓക്കെ, ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള വീഡിയോ ആണ്. എൻ്റെ ഓൺ ഇൻസൈറ്റ്സ് ആണ് ഞാൻ ഷെയർ ചെയ്യാൻ പോകുന്നത്. സോ ടേക്ക് നോട്ട്സ്. അതിന് മുമ്പായിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ബെല്ലൈക്കൺ പ്രസ് ചെയ്യുക. ഞാൻ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസെല്ലാം നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതായിരിക്കും. കാരണം ഡിജിറ്റൽ കോച്ചിങ് മേഖലയായിട്ട് ബന്ധപ്പെട്ട ധാരാളം വീഡിയോസ് ഞാൻ വീക്ക്ലി ബേസിസിൽ അപ്ലോഡ് ചെയ്യുന്നുണ്ട്. സോ അത് നിങ്ങൾക്ക് ഒരുപാട് ഗുണം ചെയ്യുന്നതായിരിക്കും. ഓക്കെ, അപ്പം എങ്ങനെയാണ് ഒരു ഒരു ഡിഫറെൻ്റ് അപ്രോച്ച് ക്രിയേറ്റ് ചെയ്യാനായിട്ട് സാധിക്കുക ആസ് എ ഡിജിറ്റൽ കോച്ച്. ഫസ്റ്റ് പോയിൻ്റ്, ഒരു യുണീക്കായിട്ടുള്ള ഒരു പ്രോഡക്റ്റ് അല്ലെങ്കിൽ സർവീസ് നിങ്ങൾ ക്രിയേറ്റ് ചെയ്യുക എന്നുള്ളതാണ്. അപ്പോൾ എങ്ങനെയാണ് യുണീക്കായിട്ടുള്ള ഒരു പ്രോഡക്റ്റ് ക്രിയേറ്റ് ചെയ്യാനായിട്ട് സാധിക്കുക? അത് പല ഘടകങ്ങളുണ്ട്. നിങ്ങൾ ഏത് രീതിയിലാണ് ആ ഒരു നീഷിനെ കാണുന്നത്? നിങ്ങളുടെ ജീവിത അനുഭവങ്ങളുമായിട്ട് കണക്റ്റ് ചെയ്യാനായിട്ട് പറ്റുന്ന ഒരു മേഖലയാണ് നിങ്ങൾ തിരഞ്ഞെടുക്കുന്നതെങ്കിൽ തീർച്ചയായിട്ടും അത് നിങ്ങൾക്ക് നിങ്ങളുടെ ലൈഫുമായിട്ട് ബന്ധപ്പെടുത്തി പറയാനായിട്ട് ഒരുപാട് സ്റ്റോറീസ് ഉണ്ടായിരിക്കാം, റിയൽ സ്റ്റോറീസ് ഉണ്ടായിരിക്കാം. നിങ്ങൾ എന്തുകൊണ്ടാണ് ഈ ഒരു നീഷ് നിങ്ങൾ സെലക്ട് ചെയ്തിരിക്കുന്നത്? ഓക്കെ, അപ്പോൾ അത് നിങ്ങളുടെ മാത്രം സ്റ്റോറിയാണ്. ഓക്കെ, അപ്പോൾ അതിനെ ബേസ് ചെയ്തുകൊണ്ട് ഒരുപക്ഷെ നിങ്ങളുടെ ജീവിത അനുഭവങ്ങളിൽ നിന്ന് അല്ലെങ്കിൽ നിങ്ങൾ കേട്ട് മനസ്സിലാക്കിയ കാര്യങ്ങളിൽ നിന്ന് നിങ്ങൾക്കൊരു യുണീക്കായിട്ടുള്ള നിങ്ങൾക്ക് ചെയ്യാൻ മാത്രം പറ്റുന്ന തരത്തിലുള്ള ഡിസൈൻ ചെയ്ത ഒരു സർവീസോ പ്രോഡക്റ്റോ നിങ്ങൾ ഡെവലപ്പ് ചെയ്യണം. ഇതിന് എന്ത് ചെയ്യണമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ആദ്യം നിങ്ങളൊരു 5 പേരെ ഫ്രീ ആയിട്ട് കൺസൾട്ട് ചെയ്യുക. ഫോർ എക്സാമ്പിൾ, നിങ്ങൾ വെയ്റ്റ് മാനേജ്മെൻറ്റ് എക്സ്പേർട്ട് ആണെന്ന് വിചാരിക്കുക. അപ്പോൾ വെയ്റ്റ് മാനേജ്മെൻറ്റുമായിട്ട് ബന്ധപ്പെട്ട് നിങ്ങളുടെ 5 പേരെ ഫ്രീ ആയിട്ട് കൺസൾട്ട് ചെയ്യുക. ഫ്രീ ആയിട്ട് കൺസൾട്ട് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ധാരാളം 5 പേർക്കും ചോദിക്കാൻ പലതരത്തിലുള്ള ക്വസ്റ്റ്യൻസ് ഉണ്ടായിരിക്കും. ഓക്കെ, അപ്പോൾ നിങ്ങളുടെ ഓൺ എക്സ്പീരിയൻസിൽ നിന്നാണ് നിങ്ങളുടെ വെയ്റ്റ് മാനേജ്മെൻറ്റ് സെലക്ട് ചെയ്തതെങ്കിൽ, എന്നാൽ നിങ്ങൾക്ക് വണ്ണമുള്ള ഒരു വ്യക്തിയായിരുന്നു, ഭാരമുള്ള വ്യക്തിയായിരുന്നു, നിങ്ങളുടെ ജീവിതചര്യകൾ കൊണ്ടും നിങ്ങളുടെ മൈൻഡ് സെറ്റ് കൊണ്ടും നിങ്ങളുടെ ഷേപ്പ് വീണ്ടെടുത്തു, അല്ലെങ്കിൽ നിങ്ങൾ നോർമൽ ഐഡിയൽ വെയ്റ്റിലേക്ക് വന്നു. അപ്പോൾ എന്തുകൊണ്ടാണ് നിങ്ങൾ ആ ഒരു ഡിസിഷൻ എടുക്കാൻ കാരണം? എന്തുകൊണ്ട് എനിക്ക് ഐഡിയൽ വെയ്റ്റിലേക്ക് വരണം എന്ന് നിങ്ങൾക്ക് ഏതെങ്കിലും ഒരു ജീവിതത്തിൻ്റെ ഏതെങ്കിലും ഒരു ഭാഗത്ത് വെച്ച് നിങ്ങൾക്ക് തോന്നിയൊരു ഡിസിഷനാണ് നിങ്ങളൊരു ആക്ഷൻ പ്ലാനിലേക്ക് കൊണ്ടുവന്നത്. ഓക്കെ, സോ അതിനെ ബേസ് ചെയ്ത് നിങ്ങൾക്ക് ഒരുപാട് സ്റ്റോറീസ്, ഒരുപാട് കണക്റ്റ് ചെയ്യുന്ന കാര്യങ്ങൾ നിങ്ങൾക്ക് പറയാനായിട്ട് സാധിക്കും നിങ്ങളുടെ കസ്റ്റമേഴ്സിനോട്. ഓക്കെ, അപ്പം നിങ്ങളുടെ ആ ഒരു വൈബ്രേഷൻ അട്രാക്റ്റ് ചെയ്യുന്ന നിങ്ങളുടെ അതേ മാനറിസങ്ങളും നിങ്ങളുടെ അതേ നേച്ചറും ഉള്ള വ്യക്തികളായിരിക്കും മോസ്റ്റ് പ്രോബബ്ലി 99% നിങ്ങളുടെ സ്റ്റുഡൻസും അല്ലെങ്കിൽ നിങ്ങളുടെ കസ്റ്റമേഴ്സും. ഓക്കെ, അപ്പോൾ ആ രീതിയിൽ നിങ്ങൾക്ക് നിങ്ങളുടെ ജീവിതാനുഭവങ്ങളിൽ നിന്ന് ഒരു ഡെവലപ്പ് ചെയ്ത ഒരു യുണീക്കായിട്ടുള്ള ഒരു പ്രൊപ്പോസിഷൻ, ഒരു ഫോർമുല നിങ്ങൾക്ക് ഡിസൈൻ ചെയ്യാനായിട്ട് സാധിക്കണം. ഓക്കെ, എന്തുകൊണ്ട് നിങ്ങളുടെ അടുത്ത് വന്ന് ഈ വ്യക്തി പ്രോഡക്റ്റോ അല്ലെങ്കിൽ സർവീസോ ആവശ്യപ്പെടണം? സംതിങ് സ്പെഷ്യാലിറ്റി ആണെന്ന് ആർക്ക് തോന്നണം? നിങ്ങളുടെ ഓഡിയൻസിന് തോന്നണം. ഓക്കെ, അപ്പോൾ നിങ്ങളുമായിട്ട് റിലേറ്റ് ചെയ്യുന്ന നിങ്ങളുടെ മാനരസങ്ങളുള്ള വ്യക്തികളായിരിക്കാം നിങ്ങളുടെ കസ്റ്റമേഴ്സായിട്ട് വരിക. ഓക്കെ, അപ്പം നിങ്ങളുടെ ജീവിത അനുഭവങ്ങളിൽ നിന്ന് കണക്റ്റ് ചെയ്യുന്ന രീതിയിലുള്ള അതിനെ ബേസ് ചെയ്തിട്ട് വേണം ഒരു യുണീക്ക് സെല്ലിംഗ് പ്രൊപ്പോസിഷൻ നിങ്ങൾ ക്രിയേറ്റ് ചെയ്യാനായിട്ട്. ഓക്കെ, അത് ബിൽഡ് ചെയ്യാനായിട്ട്. അത് സഡൻലി പോസിബിൾ അല്ല. ഇറ്റ് വിൽ ടേക്ക് 30 to 90 days, ഒരു 30 ദിവസം മുതൽ 90 ദിവസം വരെയുള്ള ഒരു സമയത്ത്, ഒരു പീരീഡ് ഓഫ് ടൈമിൽ നിങ്ങൾ പല ആളുകളെ കൺസൾട്ട് ചെയ്യുമ്പോൾ, ഫ്രീ കൺസൾട്ടേഷൻ മുതൽ പെയ്ഡ് കൺസൾട്ടേഷൻ എടുത്തു തുടങ്ങുമ്പോഴും ഈ ഒരു മാർക്കറ്റിനെ കുറിച്ചൊരു ധാരണ കിട്ടും. അതിനെ ബേസ് ചെയ്തുകൊണ്ട് നിങ്ങൾക്കൊരു പ്രോഡക്റ്റ് ഡിസൈൻ ചെയ്യാവുന്നതാണ്. ഫോർ എക്സാമ്പിൾ, ഇപ്പം ഞാൻ എൻ്റെ ഇൻസൈഡ് കമ്മ്യൂണിറ്റിയിൽ 5 തരത്തിലുള്ള ഹൈ ടിക്കറ്റ് കൺസൾട്ടിങ് മോഡലിനെ കുറിച്ച് പറയുന്നുണ്ട്. അപ്പോൾ എങ്ങനെയാണ് ഒരു ഹൈ ടിക്കറ്റ് പ്രോഡക്റ്റ് സെല്ല് ചെയ്യാനായിട്ട് സാധിക്കുക? അതിന് പല മോഡൽസ്, ഞാൻ മൈക്രോ കൺസൾട്ടിങ് മോഡൽ പല രീതിയിൽ അത് ഡിസൈൻ ചെയ്തിട്ടുണ്ട്. ഫോർ എക്സാമ്പിൾ, ഇപ്പം ഞാനൊരു ഉദാഹരണം പറയാം. ഒരു 30 മിനിറ്റ്സ് കൺസൾട്ടേഷനാണ് അല്ലെങ്കിൽ ഒരു 45 മിനിറ്റ്സ് കൺസൾട്ടേഷനാണ് നിങ്ങൾ കൊടുക്കുന്നതെങ്കിൽ അതിനെ ഒരു 15 മിനിറ്റുള്ള 3 സെക്ഷനായി ഡിവൈഡ് ചെയ്യുക. അപ്പോൾ ഓരോ 15 മിനിറ്റിനും ഒരു നെയിം കൊടുക്കുക. ഓക്കെ, ഫോർ എക്സാമ്പിൾ
സ്റ്റാർട്ടർ പ്രോ മാക്സ്. ഞാൻ ഒരു ഉദാഹരണം പറഞ്ഞാണ്. ആദ്യത്തെ 15 മിനിറ്റിൽ നിങ്ങൾ ആ സ്റ്റാർട്ടറിൽ എന്താണോ കാര്യങ്ങൾ പറഞ്ഞിരിക്കുന്നത് അതുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളായിരിക്കണം നിങ്ങളുടെ കസ്റ്റമേഴ്സിന് കൊടുക്കേണ്ടത്. നെക്സ്റ്റ് 15 മിനിറ്റിൽ അടുത്ത കാര്യങ്ങളായിരിക്കണം, നെക്സ്റ്റ് 15 മിനിറ്റിൽ അടുത്ത കാര്യങ്ങളായിരിക്കണം പറഞ്ഞു കൊടുക്കേണ്ടത്. അപ്പോൾ ഈ രീതിയിലൊരു നെയിമൊക്കെ ക്രിയേറ്റ് ചെയ്തുകൊണ്ട് യുണീക്കായിട്ടുള്ളൊരു പേര് ക്രിയേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അത് വളരെ അട്രാക്റ്റീവാണ്. ഓക്കെ, സോ ഇതെല്ലാം നിങ്ങളുടെ ജീവിത അനുഭവങ്ങളിൽ നിന്ന് കണക്റ്റ് ചെയ്യാനായിട്ട് നിങ്ങൾക്ക് സാധിക്കണം. ഇല്ലെന്നുണ്ടെങ്കിൽ അത് എന്താണ്, നമ്മൾ എന്തോ വെറുതെ ഒരു പേരുണ്ടാക്കാനായിട്ട് ഉണ്ടാക്കാനായിട്ട് തോന്നിയതാണെന്ന് ആളുകൾക്ക് തോന്നും. അത് പാടില്ല. അതാണ് എപ്പോഴും ഞാൻ എൻ്റെ സ്റ്റുഡൻസിനോട് പറയാറുണ്ട്, നിങ്ങളുടെ ലൈഫിൽ എക്സ്പീരിയൻസ് ഉള്ള അല്ലെങ്കിൽ നിങ്ങളുടെ ജീവിതമായിട്ട് കണക്റ്റ് ചെയ്യുന്ന നീഷ് മാത്രമേ നിങ്ങൾ സെലക്ട് ചെയ്യാവുള്ളൂ. കാരണം മാർക്കറ്റ് റിസർച്ച് അനുസരിച്ച് ഇപ്പോൾ 2023 കാലഘട്ടത്തിലാണ് നമ്മൾ ജീവിച്ചിരിക്കുന്നത്. അപ്പോൾ ഈ ഒരു വർഷത്തെ മാർക്കറ്റ് അനുസരിച്ചല്ല നിങ്ങൾ നിഷ് സെലക്ട് ചെയ്യേണ്ടത്. ഓക്കെ, ക്ലിയർ? അപ്പോൾ ഈ രീതിയിൽ നിങ്ങൾക്കൊരു യുണീക്ക് പ്രോഡക്റ്റ് ഡെവലപ്പ് ചെയ്യാനായിട്ട് സാധിക്കണം. ഓക്കെ, നെക്സ്റ്റ് പോയിൻ്റ് ഓഫർ എ സ്പെഷ്യലൈസ്ഡ് പ്രോഗ്രാം. ഒരു സ്പെഷ്യൽ പ്രോഗ്രാമുകൾ നിങ്ങൾ ഡിസൈൻ ചെയ്യുക. ഫോർ എക്സാമ്പിൾ, നോർമലി നമുക്കറിയാം ലൈവ് വെബിനാറുകൾ കണ്ടക്ട് ചെയ്യാറുണ്ട്. ഫ്രീ വെബിനാർ, പെയ്ഡ് വെബിനാറുകളൊക്കെ ഓൺലൈൻ നമ്മൾ കാണാറുണ്ട്. അപ്പോൾ അതിൽ നിന്നും വ്യത്യാസമായിട്ട് ഒരു നോർമലി ഇപ്പോൾ ഞാൻ ചെയ്യുന്ന 90 മിനിറ്റ് ലൈവ് വെബിനാറാണ്, അല്ലെങ്കിൽ 2 hours ലൈവ് വെബിനാറാണ്. അപ്പോൾ അതിൽ നിന്നും വ്യത്യാസമായിട്ട് ടൈമിൻ്റെ ഡ്യൂറേഷൻ ആണെങ്കിലും, ഫോർ എക്സാമ്പിൾ 60 minutes പ്രോഗ്രാം അല്ലെങ്കിൽ 3 hours പ്രോഗ്രാം, അതിനെ ഒരു പർട്ടിക്കുലർ ഗെയിമിഫിക്കേഷൻ മോഡൽ ഡിസൈൻ ചെയ്തുകൊണ്ട് ആളുകൾക്ക് പരമാവധി വാല്യൂ കൊടുത്തുകൊണ്ട് ഒരു പൈസ ആളുകളുടെ പോക്കറ്റ് നോക്കാതെ മറിച്ച് അവരുടെ പ്രോബ്ലത്തിനുള്ള സൊല്യൂഷൻ ഏത് വിധേന അവർക്ക് നൽകാം എന്നുള്ള ചിന്ത മനസ്സിൽ നിറച്ചുകൊണ്ട് വേണം ആളുകളെ ഹെൽപ്പ് ചെയ്യാനായിട്ട്. അല്ലെങ്കിൽ നിങ്ങൾ വീഡിയോ ക്രിയേറ്റ് ചെയ്യാനായിട്ട്. നിങ്ങളിപ്പോൾ ഒരു വീഡിയോ ക്രിയേറ്റ് ചെയ്യുമ്പോൾ, ഇപ്പോൾ ഒരു സോഷ്യൽ മീഡിയയിൽ യൂട്യൂബിലോ ഇൻസ്റ്റാഗ്രാമിലൊരു വീഡിയോ നിങ്ങളുടെ നിഷുമായിട്ട് ബന്ധപ്പെട്ട് ക്രിയേറ്റ് ചെയ്യുമ്പോൾ നിങ്ങൾ യൂണിവേഴ്സിനോട് പറയുക, എന്നെ ശ്രവിക്കുന്ന, എന്നെ കേൾക്കുന്ന ആളുകൾക്ക് ഇതുകൊണ്ട് ഗുണം ചെയ്യണേ. അപ്പോൾ ആ രീതിയിൽ അവർക്ക് ആത്മാർത്ഥമായിട്ട് ഗുണം കിട്ടണം. നമ്മൾ എന്തെങ്കിലും ഒരു പെയിൻ പോയിൻ്റുള്ള ഒരു സൊല്യൂഷൻ നിങ്ങൾക്ക് ആ ഒരു വീഡിയോയിലൂടെ കൊടുക്കാനായിട്ട് പറ്റിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരുപാട് പേരുടെ ജീവിതത്തിൽ നിങ്ങൾക്ക് മാറ്റങ്ങൾ വരുത്താനായിട്ട് സാധിക്കും. ഓക്കെ, അത് സ്പീക്ക് ഫ്രം ദ ഹാർട്ട്. ഇതാണ് വൺ ഓഫ് ദി മോസ്റ്റ് പവർഫുൾ ബ്രാൻഡിങ്. ഞാൻ ബിലീവ് ചെയ്യുന്ന ഏറ്റവും ബെസ്റ്റ് ബ്രാൻഡിങ്ങിലെ സ്പൈൻ എന്ന് വിശേഷിപ്പിക്കാൻ പറ്റുന്ന സ്പീക്ക് ഫ്രം ദ ഹാർട്ട്. ജെനുവിനായിട്ട് കാര്യങ്ങൾ സംസാരിക്കുക. ഓക്കെ, നെക്സ്റ്റ് പോയിൻ്റ് കൊളാബറേഷൻ വിത്ത് അതർ എക്സ്പേർട്സ്. നിങ്ങളുടെ നിഷുമായിട്ട് ബന്ധപ്പെട്ട്, ഇപ്പോൾ നിങ്ങളുടെ ഹെൽത്ത് എക്സ്പേർട്ടാണ്, മറ്റ് ഹെൽത്ത് എക്സ്പേർട്സുമായിട്ട് ബന്ധപ്പെട്ട ഓഫ്ലൈൻ കോച്ചോ ഓൺലൈൻ കോച്ചോ അവരുമായിട്ട് നിങ്ങൾ കൊളാബറേറ്റ് ചെയ്യുക. അവരുമായിട്ട് ഇപ്പോൾ യൂട്യൂബേഴ്സ് ആണെങ്കിൽ അവരുമായിട്ട് കൊളാബറേറ്റ് ചെയ്യുക, ബ്ലോഗേഴ്സ് ആണെങ്കിൽ അവരുമായിട്ട് കൊളാബറേറ്റ് ചെയ്യുക, അവരുമായിട്ട് ഇൻറ്ററാക്റ്റീവായിട്ടുള്ള പോഡ്കാസ്റ്റുകളും വീഡിയോസ് നിങ്ങൾ ഷൂട്ട് ചെയ്യുക. കാരണം ഒരുപാട് വാല്യൂസ് അപ്പം ജനങ്ങൾക്ക് രണ്ടുപേര് ഒരേ മേഖലയിൽ ഒരേ നിഷിലുള്ള 2 പേര് സംസാരിക്കുമ്പോൾ 2 പേരുടെ ഇൻസൈറ്റ്സ് ആർക്ക് കിട്ടും? ഓഡിയൻസിന് കിട്ടും. സോ അപ്പോൾ ആ രീതിയിൽ നിങ്ങൾക്ക് കൂടുതൽ ഓഡിയൻസിനെ ജനറേറ്റ് ചെയ്യാനായിട്ടും അത് സഹായകരമാകും. ക്ലിയർ? നെക്സ്റ്റ് പോയിൻ്റ്, യൂസ് സോഷ്യൽ മീഡിയ വെരി ക്രിയേറ്റീവ്ലി. സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോം വളരെ ക്രിയേറ്റീവായിട്ട് നിങ്ങൾ യൂസ് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക. നിങ്ങളൊരു ബ്ലോഗ് എഴുതുകയാണെങ്കിലും അല്ലെങ്കിൽ ഒരു വീഡിയോ ചെയ്യുകയാണെങ്കിലും നിങ്ങളുടേതായുള്ള ഒരു സ്റ്റൈൽ, നിങ്ങളുടേതായിട്ടുള്ള യുണീക്ക് സ്റ്റൈൽ നിങ്ങൾ ഡെവലപ്പ് ചെയ്യണം. അത് പ്രസൻറ്റേഷനിലാണെങ്കിലും വസ്ത്രധാരണത്തിലാണെങ്കിലും നിങ്ങളുടെ ലോഗോയിലാണെങ്കിലും ആ ഒരു സിംപ്ലിഫിക്കേഷൻ, ആ ഒരു ഒതൻറ്റിസിറ്റി ആളുകൾക്ക് ഫീൽ ചെയ്യണം. ക്ലിയർ? അപ്പോൾ ഇത്രയും കാര്യങ്ങൾ ശ്രദ്ധിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങൾക്ക് വളരെ ഇൻ എ ഡിഫറെൻറ്റ് പെർസ്പെക്റ്റീവ്, വളരെ ഇൻ എ ഡിഫറെൻറ്റ് മാനറിൽ നിങ്ങൾക്ക് നിങ്ങളുടെ മൈക്രോ നിഷിനെ പൊസിഷൻ ചെയ്തുകൊണ്ട് വളരെ ഈസി ആയിട്ട് ഈ ഡിജിറ്റൽ കോച്ചിങ് മേഖലയിൽ വിജയിക്കാനായിട്ട് സാധിക്കും. ഓക്കെ, എന്തൊക്കെയാണ് നിങ്ങൾക്ക് ഈ ഒരു വീഡിയോയിൽ നിന്ന് ലഭിച്ചതെന്നുള്ള കാര്യം താഴത്തെ ചാറ്റ് ബോക്സിൽ ഷെയർ ചെയ്യുക. മേജർ ലേണിങ്സ് നിങ്ങൾ ഷെയർ ചെയ്യുക, മറ്റുള്ളവരിലേക്ക് ഈ ഒരു വീഡിയോ ഷെയർ ചെയ്യുക ഇഫ് യു ഫീൽ വാല്യുബിൾ. ഓക്കെ, മറ്റൊരു അമേസിംഗ് വീഡിയോ ആയിട്ട് നെക്സ്റ്റ് ഡേയിൽ കാണാം. വിഷ് യു ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു.